ചോദ്യം ഇതാണ്: മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എംഎഡ് പഠിക്കാൻ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബി.എഡ് അത്യാവശ്യമാണോ, ആവശ്യമാണോ? അല്ലെങ്കിൽ ബി.എഡ് ഇല്ലാതെ എംഎഡ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യമാണ്. ചോദ്യത്തിനുള്ള ഉത്തരവും ഇങ്ങനെ നേടുന്ന എംഎഡിൻ്റെ വാല്യൂവും നമുക്ക് ഈ എപ്പിസോഡിൽ മനസ്സിലാക്കാം. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എംഎഡ് ചെയ്യാൻ ബി.എഡ് അത്യാവശ്യമാണോ? അല്ല. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ DLED അല്ലെങ്കിൽ TTC എന്ന് ഇതിനെ അറിയപ്പെട്ടിരുന്നു. ഈ കോഴ്സ് നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള TTC DLED കോഴ്സും ഒരു ഡിഗ്രിയും ഉണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എംഎഡ് ചെയ്യാനുള്ള അവസരം പല യൂണിവേഴ്സിറ്റികളും കേരളത്തിൽ നൽകുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ഡിഗ്രി എന്നുള്ളത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളുടെ ഡിഗ്രി പ്രോഗ്രാമുകളായിരിക്കണം. ഉദാഹരണത്തിന് സയൻസ് സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് പോലുള്ള, ലാംഗ്വേജസ് പോലുള്ള സബ്ജക്റ്റുകൾ, സോഷ്യൽ സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ഡിഗ്രി പ്രോഗ്രാം ഫോർമാറ്റിൽ വന്നാൽ നിങ്ങൾക്ക് TTCയോടൊപ്പം ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന് പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അതിൽ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. 8 മെയിൻ ചാലഞ്ചസ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് എലിജിബിലിറ്റി റെസ്ട്രിക്ഷൻ തന്നെയാണ്. സോ ടീച്ചിങ് മേഖലയിൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ NCTE ആണ് റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ളത്. സോ അവർ മെയിനായിട്ടും മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള ക്രൈറ്റീരിയയായി വെച്ചിട്ടുള്ളത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ B.Ed ആണ്. അതുകൊണ്ട് തന്നെ B.Ed ഇല്ലാതെ എംഎഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പോലും ഇങ്ങനെ നേടുന്ന എംഎഡിന് NCTE റെക്കഗ്നിഷൻ കൊടുക്കാത്തത് എലിജിബിലിറ്റി റെസ്ട്രിക്ഷൻ്റെ ആദ്യത്തെ ഒരു മെയിൻ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തത് ലാക്ക് ഓഫ് ഫൗണ്ടേഷണൽ നോളജാണ്. എംഎഡിൽ പഠിക്കുന്ന പല സബ്ജക്റ്റുകളുടെയും റൂട്ട്, അതിൻ്റെ ഫൗണ്ടേഷൻ എന്നുള്ളത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ B.Edലാണ്. നമുക്കറിയാം ഏതൊരു മാസ്റ്റേഴ്സ് PG പ്രോഗ്രാമിൻ്റെയും ബേസിക്സ് പഠിക്കുന്നത് ബാച്ചിലേഴ്സ് അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിലാണ്. സോ എംഎഡിൻ്റെ കാര്യത്തിലും സെയിം ആണ് സിറ്റുവേഷൻ. B.Edൽ പഠിക്കുന്ന സബ്ജക്റ്റുകളുടെ അഡ്വാൻസ്ഡ് മോഡാണ് എംഎഡിൽ വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും വരുന്നു. മൂന്നാമത്തത് പ്രൊഫഷണൽ റെക്കഗ്നേഷനാണ്. ഒരു ടീച്ചറായി വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രൊഫഷണൽ റെക്കഗ്നേഷൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. സോ എംഎഡ് പഠിച്ചു പക്ഷേ B.Ed ഇല്ലെങ്കിൽ ഈ രീതിയിൽ പ്രൊഫഷണൽ റെക്കഗ്നേഷൻ ലഭിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ NCTEയുടെ അപ്രൂവൽ പലപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് ഈ പ്രൊഫഷണൽ വരുന്ന ടീച്ചേഴ്സിന് വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും ഇഫ് ദേ ഡോണ്ട് ഹാവ് B.Ed. നാലാമത്തെ കാര്യം ജോബ് പ്രോസ്പെക്റ്റ് ആണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇൻ്റർവ്യൂ സമയത്തിലും ഫിൽറ്ററിങ്ങിലുമൊക്കെ എംഎഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ B.Ed ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ റിജക്റ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. പലപ്പോഴും പ്രൊമോഷൻ്റെ സമയത്തൊക്കെ ഇങ്ങനെയുള്ള എംഎഡിന് വാല്യൂ കുറയുന്നതായും കാണുന്നുണ്ട്. അഞ്ചാമത്തെ ചാലഞ്ച് എന്നുള്ളത് റെഗുലേറ്ററി കംപ്ലയൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ NCTE ആണ് ടീച്ചിങ് മേഖലയിൽ എഡ്യൂക്കേഷനും കാര്യങ്ങളുമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ NCTEയുടെ അപ്രൂവൽ റെസ്ട്രിക്റ്റഡ് ആയി വരുന്ന അവസ്ഥയിൽ B.Ed കോഴ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട് അലോങ് വിത്ത് എംഎഡ്. സോ എംഎഡ് ചെയ്തു പക്ഷേ B.Ed ഇല്ലെങ്കിൽ അവിടെയും ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആറാമത്തെ ചാലഞ്ച് എന്നുള്ളത് എലിജിബിലിറ്റി എക്സാമിനേഷൻ ഉണ്ട് ടീച്ചിങ്ങിലേക്ക്. നമുക്കറിയാം ഏതൊക്കെയാണെന്നുള്ളത്. ഉദാഹരണത്തിന് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് KTET, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് CTET, ഇവയൊക്കെ ടീച്ചേഴ്സിന് B.Ed കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ TTC ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ പ്ലസ് ഡിഗ്രി പ്ലസ് എംഎഡ് എന്നുള്ള ഫോർമാറ്റിൽ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ഫോർ ടീച്ചിങ് പ്രൊഫഷന് പലപ്പോഴും പരിഗണിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. സോ ഇങ്ങനെ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയിൽ പ്രാക്ടീസും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. സോ ഇങ്ങനെ നേടുന്ന എംഎഡിന് പിന്നെ എന്ത് ഗുണം എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ പല യൂണിവേഴ്സിറ്റികളും എംഎഡ് കൊടുക്കുന്നുമുണ്ട്. സോ ഇങ്ങനെ എംഎഡ് കൊടുക്കേണ്ട ആവശ്യകത എന്ത് എന്ന ചോദ്യം നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഏഴാമത്തത് ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് PhD ഡോക്ടറേറ്റ് ആണ്. ടീച്ചിങ് മേഖലയിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എംഎഡ് ഉണ്ടല്ലോ, ഇനി നമുക്ക് PhD ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ അതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ നിങ്ങൾ നേരിടാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് B.Ed എംഎഡ് എന്നുള്ള ഫോർമുല നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട്. സോ ഹയർ എഡ്യൂക്കേഷൻ പ്രോസ്പെക്ട്സിന് ഇങ്ങനെയുള്ള ഒരു
ഇക്വേഷൻ, അതായത് DLED അല്ലെങ്കിൽ TTC പ്ലസ് ഡിഗ്രി അത് കഴിഞ്ഞ് MEd എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങളെ സഹായിക്കുന്നില്ല എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എട്ടാമത്തെയും അവസാനത്തെയും ചാലഞ്ച് മനസ്സിലാക്കാനുള്ളത് ലിമിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സെപ്റ്റൻസ് ആണ്. അതായത് നിങ്ങൾ ഈ രീതിയിൽ MEd പഠിച്ച് ടീച്ചിങ് മേഖലയിലേക്ക് പോകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു സസ്പീഷ്യസ് ലുക്ക് തരുമോ, അല്പം ചിന്തിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ കുറച്ചും കൂടി സ്ക്രൂട്ടിനൈസ് ചെയ്ത് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് BEd MEd എന്നുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള സ്റ്റുഡൻസിന് കൂടുതൽ പ്രാധാന്യം നൽകി ശേഷം മാത്രം നിങ്ങളുടെ പ്രൊഫൈൽ കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ളതും വലിയൊരു ചാലഞ്ച് തന്നെയാണ്. സോ ഇതാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, MEd മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യാൻ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ BEdൻ്റെ ആവശ്യമില്ല, അത്യാവശ്യവുമല്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന MEd പ്രോഗ്രാം കൊണ്ട് നിങ്ങളുടെ കരിയറിൽ എങ്ങനെ അത് ഒരു പെർഫെക്റ്റ് ഫിറ്റായി മാറും എന്ന ഒരു ചോദ്യവും നാം ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡിൻ്റെ താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.